കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചണ്ഡമായ പ്രചരണ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിക്കുകയുണ്ടായി. കേരളീയ മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, വേൾഡ് തലത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം സമൂഹം അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ അവയായിരുന്നു ശിർക്കിന്റെ പ്രതീകങ്ങളായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. മഹാന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന മദതുകൾ, അവരുടെ മഅൂനത്തുകൾ, കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധാത്മാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ എന്നും എക്കാലവും ലോകത്തറിയപ്പെട്ടതാണ്. മഹാത്മാക്കളിൽ നിന്നുള്ള സഹായം അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചരിത്രത്തിൽ എന്നും കിട്ടിയിട്ടുമുണ്ട്. ഈ മഹാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന സഹായം അത് സ്വീകരിക്കലും ചോദിക്കലും വാങ്ങലും ശിർക്കാണ്, മഹാന്മാരെ അള്ളാഹുവിനോടൊപ്പം ദൈവമായി കരുതലാണ്, സങ്കല്പിക്കലാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഇവർ ശിർക്ക് ആരോപിച്ചത്. കണ്ടോ, മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ മുജാഹിദുകൾ ശിർക്ക് ആരോപിച്ചു എന്നാ പറയുന്നത്. എന്നാ സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാവുക എന്നത് ഒരിക്കലും അസംഭവ്യമായ ഒരു കാര്യമൊന്നുമല്ല. നേരെ മറിച്ച് പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ രാവും ഓരോ പകലും കൊഴിഞ്ഞു പോകും തോറും ഇവിടെ ലാത്ത് ആരാധിക്കപ്പെടും, ഉസ്സ രണ്ടാമത് ആരാധിക്കപ്പെടും. പ്രവാചകന്റെ വിശദീകരണമാണ്. മാത്രമല്ല വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ലോകാവസാനം സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു ബിൽ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിക്കാതെ, അവരുമായി യോജിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലോകാവസാനം സംഭവിക്കില്ല, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വിഗ്രഹത്തെ പൂജിക്കാതെ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വിഗ്രഹത്തെ ആരാധിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് വരിക എന്നത് അസംഭവ്യമായ കാര്യമല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ശിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരുണ്ടായിട്ടുണ്ട്. ശൈഖന്മാര് തന്നെ തങ്ങളുടെ മുരീദന്മാരെ കൊണ്ട് ശൈഖിന്റെ മുന്നിൽ സുജൂദ് ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ സാർവത്രികമായി നടന്നു വന്നൊരു സമ്പ്രദായം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നൊരു സമ്പ്രദായമാണ്. അതും ശിർക്ക് തന്നെയാണ്. മുജാഹിദുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ആരോപണമല്ല. നേരെ മറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യം ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാനൊന്നിനെയും പങ്കുചേർക്കുകയില്ല. ഇതൊരു വിശ്വാസിയുടെ പ്രഖ്യാപനമാണ്, ഒരു വിശ്വാസി പറയേണ്ട വാചകമാണ്. എന്നാൽ ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദമാണെന്നല്ലേ കേരളത്തിൽ സമസ്തക്കാര് പറഞ്ഞത്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദമാണത്രേ. എന്നിട്ട് അവര് വാദിച്ചു, അവരെഴുതി വെച്ചു, സുജൂദ് അല്ലാഹുവിന് മാത്രം ഇബ്ലീസ്, പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം മുജാഹിദുകള്. ഇബ്ലീസിന്റെ പേരിൽ പോലും കളവ് പറഞ്ഞു. ഒരിക്കലും ഇബ്ലീസ് പറഞ്ഞിട്ടില്ല ഞാൻ അല്ലാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന്. നേരെ മറിച്ച് ഇബ്ലീസ് പറഞ്ഞത്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ? ഒരിക്കലും അതുണ്ടാവില്ല എന്ന അഹങ്കാരമാണ് പിശാച് നടത്തിയത്. വസ്തക്ബറ, അവനങ്ങനെ അഹങ്കരിച്ചു പോയി എന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ, സഹോദരങ്ങളെ, ഞാൻ അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് പറയാത്തത് ഇബ്ലീസിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ എന്നഭിമാനിക്കുന്ന കേരളത്തിൽ ഒരു ചുറ്റിയ ആളുകൾ മുജാഹിദുകളോട് പ്രഖ്യാപിച്ചത്, മുജാഹിദുകളെ കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞത്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന മുജാഹിദുകളുടെ വാദം ഇബ്ലീസിന്റെ വാദമാണെന്നാണ്. എന്നിട്ടോ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി മാലകൾ നിധി ഉണ്ടാക്കി, അതിനുവേണ്ടി പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിച്ചു. എന്നിട്ട് അവർ ധൈര്യസമേതം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദാദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം യാ സയ്യിദി ഖൈറൻ നബി.
പ്രവാചകരെ, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ്, കുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ്, പുറത്തു തരണേ എന്ന് മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സർമൽ ലിഅഫ്വതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. ആരെങ്കിലും എന്റെ പേര് 1000 വട്ടം വിളിച്ചാൽ അതെങ്ങനെയാ വിളിക്കേണ്ടത്? ഒറ്റക്കിരുന്ന് വിളിക്കണം, ഒറ്റക്കിരുന്ന് വിളിക്കണം. പ്രശ്നമായില്ലേ? എങ്ങനെ ഒറ്റക്കിരുന്ന് വിളിക്ക? കാരണം മുയിലാരുണ്ട്, മുത്തല്ലിമീങ്ങളുണ്ട്, എല്ലാരെയും ഒന്നിച്ചാ കുത്തുബിയത്തിന് വിളിച്ചത്. പക്ഷെ കുത്തുബിയത്ത് ഓതി തുടങ്ങിയപ്പോ പറഞ്ഞത് ഖൽവത്തായി ഒറ്റക്കിരുന്ന് വിളിക്കണമെന്നാണ്. തൽക്കാലം പ്രശ്നം ഉണ്ടാക്കണ്ട, മിണ്ടാതെ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കി. എന്നിട്ട് പറഞ്ഞു എല്ലാരും ഒറ്റക്കാട് പേരിട്ടതല്ലേ, എല്ലാരും ഒറ്റക്കാണ്. അങ്ങനെ ഒറ്റക്ക് നിന്ന് ദൃഢമനസ്കതയോടുകൂടി വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, അവന്റെ വിളി കാരണത്താൽ ഞാൻ അവൻ അപ്പോൾ തന്നെ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് ഫൽയദു യാ അബ്ദുൽ ഖാദിർ യാ മുഹിയുദ്ദീൻ, അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനെ എന്ന് 1000 വട്ടം അവർ വിളിക്കട്ടെ. ഞാനപ്പോൾ തന്നെ അവിടെ ഹാജരാകും, ഞാനപ്പോൾ തന്നെ അവർ ഹാജരാകുമെന്ന് മാത്രമല്ല, ശൈഖിനെ ഹാജരാക്കാൻ വേണ്ടി പ്രത്യേകമായ ദിക്റുകൾ പോലും ഉണ്ടാക്കിയില്ലേ? യാ ശൈഖ് ഹാദിറു ഹാദിറു ഹാദിറു. മുലാക്കന്മാരെല്ലാം വിളിച്ചു പറയാണ് ഹാദിറു ഹാദിറു, നിങ്ങൾ ഹാജരാകണേ ഹാജരാകണേ. അവിടെയും പറ്റിക്കല്. അതന്നെ വലിയൊരു ഒരു കരിഞ്ചന്ത നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ആ കരിഞ്ചന്തക്കിടയിൽ കള്ളക്കച്ചവടം. അതിനുവേണ്ടി എന്തെടുത്തു അറിയോ? അതിനു വേണ്ടിയിട്ട് ഒരു താല കൊണ്ടുവന്നു, ഒരു താല, അതിൽ അരിപ്പൊടി വിതറിയിട്ട് ഇങ്ങനെ നടുക്ക് വെച്ചിരിക്കുകയാണ്. സദസ്സിന്റെ നടുക്ക് ഇങ്ങനെ ഹാലിറു ഹാലിറു അല്ലെങ്കിൽ 1000 വട്ടം യാ മുഹീദ്ദീനൊക്കെ പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞ് ലൈറ്റ് അങ്ങ് വീഴുമ്പോ ആ പാത്രത്തളികയിൽ 2 കാൽപ്പാടുകൾ, പാത്രത്തളികയിൽ 2 കാൽപ്പാട്. മാതല്ല, അതെന്ത് കാൽപ്പാടാ? അതെന്ത് കാൽപ്പാടാ? അത് ശൈഖ് വന്ന കാൽപ്പാടാണ്. ഇവിടെ ചോദിച്ചു മുജാഹിദുകള്, അല്ലടോ ഇത്രയും കഷ്ടപ്പെട്ട് മുക്കറ തലകുത്തി പറഞ്ഞിട്ട് ഷെയ്ഖിനെ വിളിച്ച് ഷെയ്ഖ് ഹാജറാവുമ്പോ എല്ലാരും ഇരുട്ടത്ത് കുത്തിയിരിക്കുക. എല്ലാരും ഇരുട്ടത്ത് കുത്തിയിരിക്കാൻ വേണ്ടത് ഷെയ്ഖിനൊന്ന് കാണണ്ടേ? അപ്പൊ ലേറ്റിട്ട് വിളിച്ചൂടെ? ലേറ്റിട്ട് വിളിക്കാൻ പറ്റൂല, കാര്യം പണ്ടേ മരിച്ചു പോയ ആളല്ലേ. അപ്പൊ അന്ന് കൊടുത്തൊരു കവമ്പടോ മാത്രമേ ഉള്ളൂ, അതിപ്പോ ദ്രവിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ലേറ്റിട്ട് ആകെ പ്രശ്നമാവും, നാണോ മൂപ്പര് വരൂല. ലോകം മുഴുവൻ ചറ്റുന്ന ആൾ ഒരു ടെക്സ്റ്റൈൽസ് കയറി ഒരു മുണ്ടുവാങ്ങി കൊടുത്താലെന്താ?